ഹായ് ഹലോ വെൽക്കം ടു ഷാസ് ബോ. അപ്പം ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ എടുത്ത ഐറ്റംസൊക്കെ കണ്ടില്ല. ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്, സ്റ്റോൺ എടുത്തിട്ടുണ്ട്, കുന്തൻ സ്റ്റോൺ ആട്ടോ. സാധാ അങ്ങനെ വക്കില്ലാത്ത ഈ ടൈപ്പ് സ്റ്റോണാണ്. പിന്നെ നമ്മൾ ആ 7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലൂ ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് റൗണ്ടിലാക്കി കൊടുത്തിട്ട് ഒരു ഫ്ലവർ പോലെ ഈ വെച്ച് കൊടുക്കുക. ഈ കാണുന്ന പോലെ ഇങ്ങനെയാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് എത്രത്തോളം ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഒരു ഒരു 9 10 രീതിയിൽ ഈ ഒരു ഫ്ലവർ എടുത്ത് കൊടുക്കാം. നടുക്കിൽ ഞാനൊരു സ്റ്റോണും കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്റ്റോണ് ഇങ്ങനത്തെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കുക. ഒട്ടിച്ച് കൊടുത്തിട്ട് അത് ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഇതിപ്പോൾ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഫെൽറ്റ് ഷീറ്റ് ഇത് വിസിബിളായിട്ട് കാണും നമ്മൾ വെട്ടിയിട്ടുണ്ടെങ്കിലും. പക്ഷെ നേരെ മറിച്ച് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുക്കുന്നത് വെച്ചാൽ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഷീറ്റ് എടുത്താലും മതി കേട്ടോ. സാധാ നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഏതെങ്കിലും പീസ് ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ വൈറ്റ് കളറ് വിസിബിളായിട്ടുള്ള ഉണ്ടല്ലോ, ഇൻവിസിബിളായിട്ടുള്ള, അപ്പോൾ അതെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു 10 എണ്ണം പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗോൾഡൻ കളർ ഹെയർ മെറ്റൽ ബാൻഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അതേമാതിരി തന്നെ വൈറ്റ് കളർ സ്റ്റോൺ തന്നെയാണ്, കുന്തൻ സ്റ്റോണും വക്കില്ലാത്ത. അതിങ്ങനെ ചരിച്ചിട്ട് 1 by 1 ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. താഴേക്ക് ഒന്ന് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ലൈക്കും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസൊക്കെ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ വരുന്നാൽ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതായി കാണുന്ന പോലെ ഒരു ഏരിയയിൽ കുറച്ചധികം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഏരിയയിൽ പകുതിയേ ഉള്ളൂ. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതാ ബാക്കി ആ ഫ്ലവർ ഞാൻ വെട്ടിയെടുത്ത കണ്ടില്ലേ, വെട്ടിയെടുത്ത ഫ്ലവർ ഇതേപോലെ തന്നെ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. നല്ല ഗ്ലൂ വെച്ച് ഒട്ടിച്ചതാണ് അത് അവിടെ നിന്നോളൂ. ഈ ക്യൂട്ടായിട്ടുള്ള ഞാൻ ഫെൽറ്റ് ഷീറ്റ് ആയതിനെ കൊണ്ടാണ് ആ വൈറ്റ് കളർ ഇങ്ങനെ കാണുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ആണെങ്കിൽ ആ കളർ ഇങ്ങനെ കാണില്ല കേട്ടോ. ഞാൻ മൂക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ച് തരാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ പോലെ എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇന്നലെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിന്, അപ്പോൾ ഞാൻ ഇതായിരുന്നു വെച്ചുകൊടുത്തത്. ആ ലൈറ്റിലൊക്കെ ഇത് നന്നായിട്ട് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസിയാണ്, സിമ്പിളാണ്, നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കൂ. ഇങ്ങനത്തെ സ്റ്റോണും ഹെയർ ബാൻഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ലാസ്റ്റ് കണ്ടില്ലേ ഞാൻ വെച്ചത് ഫ്ലവറിൽ അല്ല ആ ചെടിയിൽ വെച്ചിട്ട് ഫുള്ള് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ ഇതേപോലെ കാണാം. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം. എന്നാൽ ബായ്.